കാലടി സർവകലാശാലയിൽ വിസിക്കെതിരായ എസ്എഫ്ഐ പ്രതിഷേധത്തിൽ മുഖ്യമന്ത്രിയോട് അതൃപ്തി അറിയിച്ച് ഗവർണർ. വീഡിയോ ഫൂട്ടേജുകൾ പരിശോധിച്ച് കർശനമായ നടപടി സ്വീകരിക്കണമെന്ന് ഗവർണർ. സർക്കാരിന്റെ ഓണപരിപാടികൾക്ക് ഗവർണറെ ക്ഷണിക്കാൻ മുഖ്യമന്ത്രി ലോക്ഭവനിലെത്തിയപ്പോഴാണ് അതൃപ്തി അറിയിച്ചത്. അതിനിടെ സർവകലാശാല വിസിക്കെതിരായ എസ്എഫ്ഐ പ്രതിഷേധത്തെ അപലപിച്ച് വിസിമാരുടെ സംയുക്ത പ്രസ്താവന. സംസ്ഥാനത്തെ 11 സർവകലാശാല വൈസ് ചാൻസലർമാരാണ് പ്രതിഷേധവുമായി രംഗത്തെത്തിയത്. നിയമവിരുദ്ധ പ്രവൃത്തികളിൽ ഏർപ്പെട്ടവർക്കെതിരെ ശക്തമായ നടപടി സ്വീകരിക്കണമെന്നും വൈസ് ചാൻസലർമാരുടെ കൂട്ടായ്മ ആവശ്യപ്പെട്ടു. അനിരു അശോകനാണ് വിവരങ്ങളുമായി ചേരുന്നത്. അനിരു, വലിയ തരത്തിലുള്ള അതൃപ്തി ഗവർണർ അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയോട് നേരിട്ട് തന്നെ ഇക്കാര്യം പറയുകയും ചെയ്തിരിക്കുകയാണ്. അതുപോലെ വൈസ് ചാൻസലർമാരും പരാതിയുമായി രംഗത്ത്. എന്താണ് വിവരങ്ങൾ? കാലടി സർവകലാശാല വിസിയുടെ ചുമതലയുള്ള സാങ്കേതിക സർവകലാശാല വിസി ഡോക്ടർ സിസ തോമസിനെ കയ്യേറ്റം ചെയ്തതിലാണ്, അതിൽ കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കാത്തതിലാണ് മുഖ്യമന്ത്രി വി ഡി സതീശനെ ഗവർണർ തന്റെ അതൃപ്തി അറിയിച്ചിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം സർക്കാരിന്റെ ഓണാഘോഷ പരിപാടികൾക്ക് ഗവർണറെ ഔദ്യോഗികമായി ക്ഷണിക്കാനായി അദ്ദേഹം ലോക്ഭവനിൽ എത്തിയപ്പോഴാണ് ഈ കാര്യത്തിൽ അദ്ദേഹം അതൃപ്തി അറിയിച്ചത്. സംഭവത്തിൽ കർശന നടപടി വേണമെന്ന് ഗവർണർ ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഗവർണർക്ക് ഈ വിഷയത്തിൽ സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് നടപടി ഉണ്ടാകും. കുറ്റക്കാരെ എത്രയും വേഗം അറസ്റ്റ് ചെയ്യാനുള്ള നടപടികളും നിർദ്ദേശങ്ങളും നൽകിയിട്ടുണ്ട് എന്നും അദ്ദേഹം ഗവർണറെ അറിയിച്ചിട്ടുണ്ട്. സംഭവത്തിൽ ആശങ്കയും പ്രതിഷേധവും അറിയിച്ചാണ് സംസ്ഥാനത്തെ 11 വൈസ് ചാൻസലർമാർ ഇക്കാര്യത്തിൽ ഗവർണറിനും മുഖ്യമന്ത്രിക്കും അവർ കത്ത് കൊടുത്തിട്ടുണ്ട്. കാരണം ഒത്തുകൂടിയവരിൽ ഭൂരിഭാഗവും ക്യാമ്പസിലെ വിദ്യാർത്ഥികളല്ലെന്നും ഈ വിസിമാരുടെ ഈ പ്രസ്താവനയിൽ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്രിമിനൽ കേസെടുക്കാൻ സർക്കാർ ഇതുവരെയും തയ്യാറാകാത്തത് വിസിമാർക്കിടയിൽ വലിയൊരു പ്രതിഷേധവും ഉണ്ടായിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക പ്രശസ്തിയെക്കുറിച്ച് തെറ്റായ സന്ദേശം നൽകാൻ ഇത്തരം നടപടികൾ ഇടയാക്കുമെന്നും സ്വാതി ഈ വിസിമാരുടെ ഈ കുറിപ്പിൽ പറയുന്നുണ്ട്. ഓക്കെ, ശരി അനിരു.